ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഗോർമേ അക്രോസ് ബോർഡേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു മഞ്ചൂരിയൻ ഉണ്ടാക്കിയാലോ, കോളിഫ്ലവർ മഞ്ചൂരിയൻ. ഈ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നു, പക്ഷേ എന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ അതിൻ്റെ ചില ഭാഗങ്ങളിൽ ഞാൻ നോക്കിയപ്പോൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഒന്നേന്ന് വീണ്ടും ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു മീഡിയം വലിപ്പത്തിലുള്ള കോളിഫ്ലവറാണ്. ഇത് നമ്മളിങ്ങനെ ഓരോ പൂക്കളിങ്ങനെ ഇതിൽ നിന്ന് ചെറിയ ചെറിയ പൂക്കൾ ഇറുത്തെടുക്കണം. ഇറുത്തെടുത്ത ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്ത ശേഷം പിന്നീട് നമ്മൾ ഇതിന് നല്ല തിളച്ച വെള്ളത്തിനകത്ത് അല്പം ഉപ്പിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അതിനകത്ത് ഇട്ടേക്കണം. കാരണം എന്തെങ്കിലും പുഴുവൊക്കെ ഉണ്ടെങ്കിൽ ചത്തുപോവുക. അതിന് ശേഷം നമുക്കതിനെ വെള്ളം കളഞ്ഞെടുക്കാം. അപ്പോൾ നമുക്കിതിനെ എല്ലാം ഇറുത്തെടുത്ത ശേഷം വെള്ളത്തിലിട്ട് വെച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ അതിനെ വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഇലയെല്ലാം ഇങ്ങനെ ഇളക്കി മാറ്റിയ ശേഷം ഞാൻ ഇതിൻ്റെ പൂക്കൾ ഓരോന്നായിട്ട് ഇറുത്തെടുക്കും. ഇലയെല്ലാം മാറ്റി ഇനി ഇതിൻ്റെ കുറച്ച് തണ്ട് ഞാൻ അതിൻ്റെ അതങ്ങ് വെട്ടിക്കളഞ്ഞു. എന്നിട്ട് ഈ പൂക്കൾ മാത്രമാണ് ഞാനിതിനെ വാഷ് ചെയ്ത ശേഷമാണ് ഈ വെള്ളത്തിലിട്ടിരിക്കുന്നത്. നല്ല ചൂട് വെള്ളത്തിൽ ഉപ്പും ഇട്ട് അല്പം മഞ്ഞൾപ്പൊടി, നല്ല മഞ്ഞൾപ്പൊടിയാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത മഞ്ഞൾപ്പൊടി, അത് കുറച്ച് നേരം ഇങ്ങനെ കുതിർന്ന് കിടക്കാനായിട്ട് വെച്ചേക്കാം. അപ്പോൾ നമുക്കിനി സോസ് തയ്യാറാക്കാം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ സോയാ സോസ് എടുക്കും. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ ഒഴിക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ 3 ടേബിൾ സ്പൂൺ നമ്മൾ ടൊമാറ്റോ സോസും കൂടെ ചേർക്കണം ഇതിൻ്റെ കൂടെ. 3 ടേബിൾ സ്പൂൺ സോയാ സോസും 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും സോയാ സോസും പിന്നെ നമുക്ക് വേണ്ടുന്നത് ചില്ലി സോസാണ്. അപ്പോൾ ചില്ലി സോസ് ചേർക്കുന്ന 1 ടീസ്പൂണാണ്. പിന്നെ നമ്മൾ 2 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് എരിക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഗ്രേവി ഉണ്ടാക്കുമ്പം കുരുമുളകും ചേർക്കും. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് വെച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഗ്രേവിക്കുള്ള സാധനങ്ങൾ നോക്കാം. ഇത് അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ സെലറി അരിഞ്ഞതാണ്. ഇതാണ് സെലറി നല്ല ഒരു ടേസ്റ്റ്, നല്ലൊരു മണമൊക്കെ കിട്ടും. പിന്നെ 2 ടേബിൾ സ്പൂൺ നമ്മുടെ ഈ സ്പ്രിംഗ് അണിയൻ്റെ വൈറ്റ് അരിഞ്ഞത്, ഈ ഗ്രീൻ നമ്മൾ അവസാനം ചേർക്കും. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 1/2 മുതൽ 3/4 ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ചേർക്കാം. അത് വെളുത്തുള്ളിയുടെ അത്രയും വേണ്ട. 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ച നല്ല മണമുള്ള കുരുമുളക്, പിന്നെ 1 ടീസ്പൂൺ ഷുഗർ, ഉപ്പും വേണം. പിന്നെ ഇത് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇച്ചിരി കുറച്ച് എരി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതൊരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് 1/2 കപ്പ് വെള്ളത്തിൽ ഞാൻ കലക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു വലിയ സവാള അല്ലെങ്കിൽ 2 മീഡിയം സവാള അതരിഞ്ഞതും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ കോളിഫ്ലവർ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് അതും ചേർക്കാം. അതെന്തിനാന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കോളിഫ്ലവർ. അതില്ലാന്നുണ്ടെങ്കിൽ പിന്നെ കോൺഫ്ലവർ തന്നെ അങ്ങ് ചേർത്താൽ മതി. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് എരിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരു കളറിന് വേണ്ടി, ഇത് ഓപ്ഷണലാണ്, ഒരു 1/4 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ഞാനത് ചേർത്ത് കൊടുത്തു. പിന്നെ ഉപ്പ് വേണം നമുക്ക് ആവശ്യത്തിന്, അതിലൊരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കും. പിന്നെ സോയാ സോസ് ചേർക്കും, ഒരു ടീസ്പൂൺ സോയാ സോസും ചേർക്കും. ഇത്രയും കൂടെ നല്ല ഒന്ന് മിക്സ് ചെയ്ത ശേഷം, അതായത് ആദ്യം ഈ മാവ് മാത്രം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ സോയാ സോസ് 1 ടീസ്പൂൺ ചേർത്ത് ഇനി ഇതിനെ ഒന്നങ്ങ് മിക്സ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് വെള്ളം കുറേശ്ശെ അല്പച്ച് ഇങ്ങനെ തളിച്ച് മിക്സ് ചെയ്തെടുക്കും. ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. അതിട്ടിങ്ങനെ നല്ലതുപോലെ ഒന്ന് പുരട്ടി വയ്ക്കണം. മൊത്തത്തിൽ ഞാൻ എത്ര വെള്ളം ചേർത്തെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു 1/4 കപ്പ് വെള്ളമാണ് കറക്റ്റായി എടുത്തിരിക്കുന്നത്. കുറേശ്ശെ കുടഞ്ഞ് ഇങ്ങനെ 1/4 കപ്പ് വെള്ളം വേണ്ടി വന്ന് ഇത്രയും ഒരു 350 ഗ്രാം ഉണ്ടായിരുന്നു ഇത് ഇങ്ങനെ ഇറുത്തെടുത്തപ്പോഴത്തേക്ക്. അപ്പോൾ അത്രയും ഇതിന് ഇത്രയും മാവ് ഇത്രയും വെള്ളം എല്ലാം വേണ്ടി വന്നു. അപ്പോൾ ഞാനിതും
നമുക്കിനി വറുത്തെടുക്കാം. നമ്മൾ ആദ്യം ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഇത് മുക്കി വെക്കുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി എണ്ണയിൽ വറുത്തെടുക്കാം. ഞാൻ ആദ്യം കുറച്ച് വറുത്തെടുത്തത് എൻ്റെ വീഡിയോ ഓണല്ലായിരുന്നു, അതുകൊണ്ട് ഇതിപ്പോൾ രണ്ടാമതിടുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഓരോന്നോരോന്നിട്ട് നമ്മൾ ഒട്ടിപ്പിടിക്കാതെ നോക്കണം. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തമ്മിലൊട്ടരുത്. അപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. കുറച്ച് ഈ എണ്ണയിൽ എത്ര ഇടാൻ പറ്റും അത്ര ഇട്ടിട്ട് നമ്മൾ ഒരു മീഡിയം ലോ ഫ്ലെയിം, ഒരുപാട് കൂട്ടി വെക്കണ്ട. ആദ്യം ഒന്ന് എണ്ണ ചൂടാവാനായിട്ട് കൂട്ടി വെക്കണം, പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെക്കണം. അങ്ങനെ വറുത്തെടുക്കണം. ഇതൊരു ഗോൾഡൻ കളറാകുമ്പോഴാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നത്. എത്ര സമയം എടുക്കുമെന്ന് ഞാൻ പറയാം. എനിക്കിപ്പം ഗോൾഡൻ കളറായി ഞാൻ തിരിച്ചിട്ട് എനിക്ക് 3 മിനിറ്റാണ് എടുക്കണം. ഞാൻ എപ്പോഴെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് 3 മിനിറ്റാണ് എടുക്കുന്നത്, കറക്റ്റ് 3 മിനിറ്റ്. അപ്പോഴത്തേക്ക് നല്ല ഗോൾഡൻ കളറാവും. അപ്പോൾ ഒന്ന് തിരിച്ചിട്ടിട്ട് പിന്നെ ആ ഭാഗവും ഒരുപാട് അങ്ങ് കരിഞ്ഞൊന്നും പോകരുത്, നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കതിനെ കോരി കൊടുക്കാം. ഈ സൈഡും കൂടെ മൂത്ത ശേഷം കുറച്ച് നല്ല ഡീപ്പായിട്ട് എണ്ണ ഒഴിച്ചാലും കുറച്ചുകൂടി നല്ലതാണ്. എന്നിട്ട് ഇതിപ്പം ഞാൻ കോരി എടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു 2.5 മിനിറ്റായി. മൊത്തം ഒരു 5.5 മിനിറ്റ് എടുത്തോളൂ ഇത്രയും മൂപ്പിച്ചെടുക്കാനായിട്ട്. അതിന് കോരി എടുത്തിട്ട് എല്ലാം ഇതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇതിങ്ങനെ കഴിക്കാനും വളരെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കാരണം ഇത് നന്നായിട്ട് മൂക്കപ്പം ഇത് നന്നായിട്ട് വെന്തും കഴിയും. പിന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കുറച്ചുകൂടെ ഉണ്ട്, അതും ഇട്ട് ഇതുപോലെ മൂപ്പിച്ചങ്ങ് എടുക്കും. പിന്നെ നമ്മൾ ഗ്രേവി ഉണ്ടാക്കും. അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ വറുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഞാനിപ്പോൾ ഗ്രേവി ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ റെഡ് മുളക് പൊടി ചേർത്തോണ്ടാണ് ഇങ്ങനെ ഒരു കളർ കൂടി വന്നത്. ഇനിയിപ്പോൾ ഫ്രൈയിങ് പാൻ നല്ല ചൂടാകുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞു, 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, പിന്നെ 3 പച്ചമുളക് ഇങ്ങനെ കീറിയിട്ടത്, ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കൊരു 30 സെക്കൻഡ് നല്ലവണ്ണം നല്ല ചൂടിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അത് വഴറ്റിയ ശേഷമാണ് നമ്മൾ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റും സെലറിയും കൂടി ചേർത്ത് കൊടുക്കണം. അത് ചേർത്തിട്ട് നമുക്ക് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് പിന്നെ സവാള അരിഞ്ഞത് ചേർക്കാം. സെലറി ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളിനി സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഒരു 2-3 മിനിറ്റ് നല്ല ഫ്ലെയിമിലാണ് വെച്ച് വഴറ്റുന്നത്. നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പം വളരെ സിമ്മായിട്ടിട്ടല്ല, നല്ല ഫ്ലെയിമിൽ വെച്ചാണ് വഴറ്റി കൊടുക്കുന്നത്. പിന്നെ അടിക്കൊന്നും പിടിക്കാത്ത നല്ല ഫ്രൈയും പാനും ആയിരിക്കണം. അപ്പോൾ ഇത് നല്ലതായിട്ട് വഴറ്റി ഇനി നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സോസില്ലേ, ആ സോസ് ചേർത്ത് ഒന്ന് വഴറ്റി, സോസും വെള്ളവും കൂടിയുണ്ട്, സോസ് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ നമുക്ക് ക്യാപ്സിക്കം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. അത് ചെറുതായിട്ട് സ്ക്വയർ പോലെ അരിഞ്ഞിട്ട് ഈ സോസ് ചേർക്കുന്ന മുമ്പായിട്ടൊന്ന് ചേർത്ത് വഴറ്റണം. പിന്നെ സോസ് ചേർക്കണം. എന്നിട്ട് സോസ് ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് തിളയ്ക്കട്ടെ. ഞാനിനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിന് ചേർത്ത് കൊടുക്കുക. നമുക്ക് കുരുമുളക് പൊടി ചേർക്കണം, ഉപ്പ് ചേർക്കണം, പിന്നെന്താണ്, പിന്നെ നമ്മുടെ ഷുഗർ ചേർക്കണം, കോൺഫ്ലവർ കലക്കി വെച്ചിരിക്കുന്നതും ചേർക്കണം. ഗ്രേവി നിങ്ങൾക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനിയിപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ, തിളച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. സോസൊക്കെ ചേർത്തുകൊണ്ട് സോസിനൊക്കെ ഒരു ഉപ്പ് വേണം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇതിൽ ചേർത്ത് കൊടുത്തത്. അപ്പം നിങ്ങളിത് ചേർത്ത ശേഷം നിങ്ങൾ ലാസ്റ്റ് നോക്കണം, ഷുഗറും ഒക്കെ ചേർത്തിട്ട് ഉപ്പ് കറക്റ്റൊക്കെ ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഇപ്പോൾ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി 1/2 കപ്പ് കോൺഫ്ലവർ കലക്കി വെച്ചതും ചേർത്ത് കൊടുത്ത് അതും ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ ഞാനിനി 1 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുത്തു. ബ്രൗൺ ഷുഗറാണ്, വൈറ്റില്ലാത്തതുകൊണ്ട് ബ്രൗൺ ചേർത്ത്.
വൈറ്റ് അങ്ങനെ എനിക്ക് കാണാറില്ല, വാങ്ങാറില്ല അധികം. അതുകൊണ്ടാണ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുത്തത്. ഇതും കൂടെ ചേർത്ത് നിങ്ങൾക്ക് ഗ്രേവി ഇത് ഇത്തിരി കട്ടിക്കായിരിക്കും ഇരിക്കുന്നത്, പക്ഷേ നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടി നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ ക്യാപ്സിക്കം ചേർക്കുകയാണെങ്കിൽ പിന്നെ അല്പം കൂടെ വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ. ഇനി നമുക്കിത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിനി നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ നമ്മളിങ്ങനെ വിതറി കൊടുക്കും. അത്രയേ ഉള്ളൂ. അത്രയാകുമ്പോൾ നമ്മുടെ കോളിഫ്ലവർ മഞ്ചൂരിയൻ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ സ്പ്രിംഗ് ഒനിയൻ അതിൻ്റെ ഗ്രീൻ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അത് കുറച്ച് 3 ടേബിൾ സ്പൂണൊക്കെ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മുടെ കോളിഫ്ലവർ റെഡിയായി. ഇനി ഞാനിതൊരു ഡിഷിലോട്ട് പകരാൻ പോകുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.